നമ്മൾ പോകുന്ന വഴി ആ പറശ്ശിനിക്കട നമുക്ക് മുത്തപ്പനെ കൊണ്ടുപോയി കാണിക്കാറുണ്ട്. മുത്തപ്പൻ ഓസ്കീനെ എടുത്തു. ഞാൻ പറഞ്ഞ തീരെ വയ്യാന്ന് പറഞ്ഞപ്പോൾ മുത്തപ്പൻ പറഞ്ഞു അതെന്താ കുട്ടീനെക്കാട്ടും കാര്യമായിട്ടാണല്ലോ കൊണ്ടുവന്നത്, അതൊക്കെ ശരിയാവും, ഒന്നും കൂടി ആശുപത്രി കൊണ്ടുപോകുന്നതാണ്. ഞാൻ പറഞ്ഞു ഇനി കൊണ്ടുപോകാനൊന്നും ഇല്ല. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ആലപ്പുഴ ഒരു ഡോക്ടറെ കാണിച്ചിരുന്നു. അങ്ങനെ 2-3 ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചു. പിന്നെ എല്ലാ പ്രതീക്ഷയും നശിച്ചാണ് ഞാൻ കണ്ണൂരിൽ നിന്ന് തിരിച്ചു വരുന്നത്. ഞാൻ ശ്രീനെ വിളിച്ച് കുറേ വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിനെ എനിക്കറിയില്ല, എനിക്ക് ഭ്രാന്ത് വരാണ്. ശ്രീ ഒന്ന് ആ ഡോക്ടറെ വിളിച്ച് പറയും, അറ്റ്ലീസ്റ്റ് അവിടെ ഉണ്ടാവാൻ പറയും. ഡോക്ടർ ഭയങ്കര തിരക്കുള്ള ആളാണ്, നമുക്ക് നമ്മുടെ ആവശ്യമല്ലേ വരുന്നത്. ക്യാമറ എപ്പോഴും നമ്മുടെ ഒരു അട്രാക്റ്റീവ്, നമുക്ക് എപ്പോഴും അദ്ദേഹത്തെ കാണാൻ നമ്മൾ കണ്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ക്യാമറയാണ്. 45ാമത്തെ ദിവസം ഞാൻ മറിമായത്തില് തിരിച്ചഭിനയിച്ചു. അത് മോനെ കൊണ്ടായിരുന്നു. മോനും അഭിനയിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ എല്ലാ പ്രോഗ്രാമുകളും ഞാൻ പോകുമ്പോൾ ആളെയും കൊണ്ടുപോകും. ഞാൻ ഡ്രൈവ് ചെയ്യും, ശ്രീ കാരവാനിൽ കുളിക്കുന്നു, വർക്കൗട്ട് ചെയ്യുന്നു. മനസ്സിലായില്ലേ? പുള്ളിയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കും, ഞാൻ ഇങ്ങനെ ഇരുന്ന് ഡ്രൈവ് ചെയ്യാം. പിന്നെ വേറെ കാര്യമുണ്ട്, മോൻ ഇഞ്ചക്ഷൻ എടുക്കുമ്പോ അച്ഛൻ ബോധം കെട്ട് വിടുന്ന നല്ല നാണക്കേടല്ലേ, അതുകൊണ്ട് അതുകൊണ്ട് അപ്പൊ ഞാൻ ഒരാള് വരുന്നത് കൊണ്ട് എന്തെങ്കിലും ആ പരിപാടിക്ക് ഒരു മോശം സംഭവിച്ചാൽ ഈ 10-40 ആൾക്കാരുടെ ജോലിയാണ് പോവുക. അതുകൊണ്ട് ഒരിക്കലും ശ്രീ ലീവ് എടുത്തിട്ടില്ല. നമ്മുടെ തന്നെ യൂട്യൂബ് വീഡിയോസ് വരുമ്പോ അതിന്റെ ഇടയിലൊക്കെ പറയും എന്തിനാ അങ്ങനെ ചിരിക്കണത്. അപ്പൊ ഞാൻ ഇവർക്ക് എന്താണ്, ഞാനല്ലേ ചിരിക്കണേ. ഞാൻ എനിക്ക് തോന്നുമ്പോ ചിരിക്കും, തോന്നുമ്പോ കരയും, അത് എന്റെ ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ നമ്മളത് കാണണമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ മാറ്റിക്കോളൂ. നമുക്ക് സ്നേഹമാണെങ്കിൽ ഇപ്പോൾ ഒരു ആക്ട്രസ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഡാൻസ് നോക്കുവാണെങ്കിൽ, അല്ലെ ഹോസ്റ്റായിട്ട്, പിന്നെ MPhil അല്ലേ, പിന്നെ തിയേറ്റർ ആർട്ട്. അപ്പം കുറേ കാറ്റഗറീസ് അല്ലെ, കുറേ രീതിയിൽ അല്ലെ, കുറേ സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ അതിൽ ആക്ടിങ് ഓഫ് കോഴ്സ് അതാണ് ഏറ്റവും താല്പര്യം. എങ്കിൽ പോലും നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് ഒരു വേദിയിൽ ഹോസ്റ്റ് ചെയ്യുമ്പോഴാണോ, അല്ലെങ്കിൽ ഇതുപോലുള്ള സീരീസ് ചെയ്യുമ്പോഴാണോ, അല്ലെങ്കിൽ ഡാൻസിൻ്റെ സമയത്താണോ, അല്ലെങ്കിൽ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴാണോ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് എപ്പോഴാണ്? ഇതിൽ ഏറ്റവും ഫേവറേറ്റ് എന്ന് ഞാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ല, സ്റ്റേജ് ചെയ്യുന്നവർക്ക് സ്റ്റേജ് തന്നെ ആയിരിക്കും താല്പര്യം. അതിപ്പോൾ നാടകമാകാം, കഥകളി ആവാം, ഓട്ടംതുള്ളലാകാം. അതെനിക്ക് താല്പര്യമുള്ള കാര്യമാണ്. കൂടുതലും അങ്ങനത്തെ പെർഫോമൻസുകൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അത് എന്താ വെച്ചാൽ ഓഡിയൻസിൻ്റെ എനർജി അപ്പം തന്നെ നമുക്ക് തിരിച്ചു കിട്ടുകയാണ്. ഇൻസ്റ്റന്റ് റെസ്പോൺസ്. അതെ, അത് റെസ്പോൺസ് എന്നുള്ളത് മാത്രമല്ല, അവിടെ നമ്മൾ സ്റ്റേജിൽ നിൽക്കുന്ന ആളും കാണുന്ന ആളും തമ്മിലുള്ള ഒരു എനർജി കൈമാറ്റമുണ്ട്. അത് ഭയങ്കരമാണ്. അതുകൊണ്ടാണ് പല സ്റ്റേജുകളും കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടി അടുത്തത് കുറച്ചും കൂടി നന്നാക്കണം എന്നൊക്കെ തോന്നുന്നത്. അതുകൊണ്ടാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഓക്കെ, ശ്രീക്കാണെങ്കിലോ ഇപ്പം ഒരു സ്റ്റേജ് പെർഫോമൻസ്, അല്ലെങ്കിൽ ഒരു മൂവി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു സീരീസോ, അതിൽ ഏതാ ഏറ്റവും കൂടുതൽ സന്തോഷം വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏതായിരിക്കും? എനിക്ക് ആക്ടിങ് ഓറിയൻറ്റഡ് ആയിട്ട് ഉള്ള, അതായത് പെർഫോമൻസ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും മൈൻഡിലൂടെ പോവാറ്. അപ്പം അതിപ്പം മ്യൂസിക് ആയാലും ഡാൻസ് ആയാലും ആക്ടിങ് ആയാലും പെർഫോമിങ്ങിനോട് എപ്പോഴും ഒരു താല്പര്യമുണ്ട്. കൂടുതലും നമ്മുടെ ഇപ്പം ഈ പറയുന്ന പോലെ ക്യാമറ എപ്പോഴും നമ്മുടെ ഒരു അട്രാക്റ്റീവ്, നമുക്ക് എപ്പോഴും അദ്ദേഹത്തെ കാണാൻ നമ്മൾ കണ്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ക്യാമറയാണ്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും മറന്നു നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ എപ്പോഴും നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്തൊന്നും നമ്മൾ നമുക്ക് കാണും. പക്ഷെ എനിക്ക് എപ്പോഴും പെർഫോം ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തെയാണ്. അതാണ് ഏറ്റവും നമ്മൾ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലൊരു പെർഫോമൻസ് ചെയ്യാൻ പറ്റുക, അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അതെ, തീർച്ചയായിട്ടും. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം മോൻ വന്നു, ഇപ്പം 1 year കഴിഞ്ഞ് 1.5 വയസ്സായി. 1 year കഴിഞ്ഞ് 1.5 വയസ്സായി. ഇപ്പം നമുക്ക് ലൈഫിലുണ്ടാകുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഒരു കുഞ്ഞു വരുന്ന സമയത്തും ഒക്കെ അത് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പലരും വെളിയിൽ നിന്നുള്ള നേരത്തെ പറഞ്ഞൊരു അഡ്വൈസസ് ഉണ്ടാവാം. അല്ലെങ്കിൽ മോനൊക്കെ വന്നു, ഇനി പണ്ടത്തെ പോലെ ആകില്ല, അല്ലെങ്കിൽ ഇതൊന്ന് കയറി വന്നു കഴിഞ്ഞപ്പോൾ ഒരു മാറ്റം വന്നു. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ലൊക്കേഷനിൽ രണ്ടുപേരും പെട്ടെന്ന് കുഞ്ഞിൻ്റെ അടുത്ത് ഓടി എത്താനുള്ളൊരു ഇതുണ്ടാവും. ആ ഒരു മാറ്റത്തെ പറ്റി എന്തായിരിക്കും? അല്ല, അത് ഉറപ്പായിട്ടും ഉണ്ടാവും. മോൻ വന്നതിന് ശേഷം നമ്മൾ കൂടുതൽ സമയം അവൻ്റെ കൂടെ ചെലവഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പരമാവധി പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അവനെ കൊണ്ടുപോകാറുണ്ട്. അത് പുറത്തേക്കാണെങ്കിൽ പോലും എൻ്റെ കൂടെ അവൻ, എനിക്ക് തോന്നുന്നത് ഒരു
45ാമത്തെ ദിവസം ഞാൻ മറിമായത്തിൽ തിരിച്ചഭിനയിച്ചു. അത് മോനെ കൊണ്ടായിരുന്നു. മോനും അഭിനയിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ എല്ലാ പ്രോഗ്രാമുകളും ഞാൻ പോകുമ്പോൾ ആളെയും കൊണ്ടുപോകും. പിന്നെയും ശ്രീക്കാണ് കുറച്ച് മിസ് ചെയ്യുക. എനിക്ക് കൂടുതലും ഞാൻ ഷൂട്ടിന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് അവൻ എണീറ്റ് തുടങ്ങും. ഒരു 4-5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവനും എണീക്കും. അവനും എണീക്കും. അപ്പൊ എണീറ്റ് കഴിഞ്ഞിരുന്നാൽ അവൻ ഇങ്ങനെ അവന്റെ അവിടെ കിടന്ന് ബഹളം വെക്കുന്നൊക്കെ കേൾക്കാം. പക്ഷെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റില്ല. പോകുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് ആയിരിക്കും അവനോട് സ്പെൻഡ് ചെയ്യാൻ പറ്റണേ. പോയി കഴിഞ്ഞ് നേരെ ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് ചിലപ്പോ 7-8 മണിയാവും. അപ്പൊ അവനൊരു 6:30 ആകുമ്പോ അവൻ ഉറങ്ങും. അപ്പം ആ സമയം ആണ് കാണാൻ പറ്റണേ. അപ്പം ഞാൻ പറയണ്ട, നമുക്കിപ്പം അങ്ങനെ കാണാൻ പറ്റുന്ന ടൈമിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഇടയ്ക്ക് അങ്ങനെ കുറച്ച് സമയങ്ങളിൽ നമുക്ക് ഇങ്ങനെ മീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും. ഇപ്പൊ പലർക്കും പല യുണീക്ക് കാര്യങ്ങൾ. ഇപ്പൊ സ്നേഹം നോക്കുമ്പോൾ ചിരി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഒരു ഭയങ്കര ഡിഫറെൻറ്റ്. ഇപ്പം മലയാളത്തിൽ നിന്ന് എടുത്ത് നോക്കിയപ്പോൾ ആക്ടേഴ്സ് നോക്കിയാൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ചിരികളുള്ള ഒരുപാട് പേരുണ്ടല്ലോ. ഇപ്പം നോക്കുകയാണെങ്കിൽ ബേസിൽ ജോസഫിൻ്റെ ചിരി, സ്നേഹയുടെ ചിരി ഒക്കെ ഏകദേശം ഒരേ ടോൺ ഉള്ളൊരു ചിരിയാണ്. അപ്പോൾ അതിനെ വളരെ നല്ല രീതിയിൽ കമൻറ്റ് ചെയ്യുന്നവരുണ്ടല്ലോ ഭൂരിഭാഗം ആൾക്കാരും. ചിരി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വന്ന് പറയുന്നവരുണ്ട്. ഇപ്പം ചിലർ പറഞ്ഞിട്ടുണ്ടാവും, ഇത്രയും പ്രായം ഒരു മോനൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ചിരിച്ച് ഇങ്ങനെയൊക്കെ അങ്ങനെ പറയുന്നവരും ഉണ്ട്, കമൻറ്റ് ഇടുന്നവരുണ്ട്. അത് നേരത്തെയും ഉണ്ട്. അതായത് നമ്മൾ ഇപ്പൊ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ യൂട്യൂബ്, നമ്മുടെ തന്നെ യൂട്യൂബ് വീഡിയോസ് വരുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പറയും എന്തിനാ അങ്ങനെ ചിരിക്കണത്. അപ്പം ഞാൻ വിചാരിക്കും ഇവർക്ക് എന്താണ് ഞാനല്ലേ ചിരിക്കണേ. എനിക്ക് തോന്നുമ്പോൾ ചിരിക്കും, തോന്നുമ്പോൾ കരയും. അത് എൻ്റെ ഇഷ്ടമാണ്. പിന്നെ ഇപ്പം നമ്മളത് കാണണമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ മാറ്റിക്കോളൂ, അത്രയേ ഉള്ളൂ. ഇപ്പം ഒരിക്കലും ചിരിക്കാൻ പറ്റുന്നത് ഭാഗ്യമാണ്. അപ്പോൾ ഞാനതിന് ഒരിക്കലും മിസ് ചെയ്യില്ല. എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പരമാവധി, അതെ, എപ്പോഴും ചെയ്യേണ്ടതുണ്ട്. ചെറിയ കാര്യം മതി എനിക്ക് ആഘോഷമൊക്കെ. പിന്നെ ചെറിയ കാര്യങ്ങൾ മതി. ഞങ്ങൾക്ക് വലിയ ആഘോഷമാണ് വീട്ടില്. അപ്പൊ അതൊക്കെ അത് എന്റെ നിർബന്ധമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന ആളാണ്. അതെന്താന്ന് പറഞ്ഞാൽ ഒരു സമയം വരെയൊക്കെ നമ്മൾ ചിലപ്പോൾ അങ്ങനെയൊന്നും ആഘോഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഒരു സമയം എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് കുറച്ച് കാലേ നമ്മൾ ജീവിക്കുള്ളൂ. ആ സമയം നമ്മൾ എല്ലാം ആസ്വദിക്കണം, സ്ഥലങ്ങൾ കാണണം, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം, നമ്മൾ ചിരിക്കണം. അതിനായിരിക്കണം കൂടുതൽ മുൻതൂക്കം കൊടുക്കേണ്ടതെന്ന് ഒരു സമയത്ത് എനിക്ക് തോന്നി. അപ്പം ഞാൻ അങ്ങനെയായി. അതേ ഒരു മൈൻഡ് സെറ്റ് തന്നെയാണോ ശ്രീക്കും ഉള്ളത്? ശ്രീ അങ്ങനെ ആയിരുന്നില്ല, പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ ആക്കി. അതിനെ പറ്റി പറയണം. ഞാൻ കൂടുതലും പറഞ്ഞല്ലോ, ഇപ്പം മ്യൂസിക് ആയാലും മൂവീസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലും മ്യൂസിക്കാണ് ഞാൻ. അപ്പോൾ അത് ഒറ്റയ്ക്കിരുന്ന് അങ്ങനെ യാത്രകളോട് അത്ര വലിയ ഇഷ്ടം ഉള്ള ആളൊന്നും അല്ല. പക്ഷെ യാത്രകൾ പോകുമ്പോൾ ഷൂട്ടിന് പോകുമ്പോഴത്തേക്കുള്ള യാത്രകളൊക്കെ ഉണ്ടല്ലോ, അതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ. അതല്ലാണ്ട് ഫ്രണ്ട്സിനോടൊപ്പം ദൂര യാത്രകൾ അങ്ങനെയൊന്നും ചെയ്തിട്ടുള്ള വളരെ കുറവാണ്, അപൂർവമാണ്. അപ്പോൾ പിന്നെ ആദ്യമൊക്കെ വിളിക്കുമ്പോൾ ശ്രീക്ക് ഭയങ്കര മടിയായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ ഇപ്പൊ ശ്രീക്ക് പറയാൻ പറ്റില്ല എത്ര നല്ല ഓർമ്മകൾ ഉണ്ടായിരുന്നു നമ്മുടെ യാത്രകള്. എപ്പോഴും വളരെ ഒരുപാട് നമുക്ക് അനുഭവങ്ങൾ, ഞാൻ പറയുന്നില്ലേ, അനുഭവങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല, നമുക്ക് അനുഭവങ്ങൾ ഇപ്പം ഈ പറയുന്ന പോലെ പല ക്യാമ്പുകളിലോ അല്ലെങ്കിൽ ലൊക്കേഷനിലോ പോകുമ്പോഴുള്ള അനുഭവങ്ങളൊക്കെ നമുക്കുണ്ട്. അതിനു മുമ്പേയും നാടകവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് യാത്രകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വർക്കിന് വേണ്ടി അപ്പോൾ അതല്ലാണ്ട് നമ്മൾ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് ഇങ്ങനെ പോവാന്ന് പറയുന്നത് അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ കാണണം. നമുക്ക് ഇത്രയും നമ്മുടെ ചുറ്റിനുള്ള കാര്യങ്ങൾ പോലും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. അപ്പോൾ ഒരുപാട് യാത്രകളിലൂടെ എത്രയോ സ്ഥലങ്ങൾ, എത്രയോ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാനുള്ള അവസരമുണ്ട്. നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അത് അപ്പൊ ഞാനിപ്പം ഞങ്ങളിപ്പോ ഇടയ്ക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്താണ്. എനിക്കിപ്പോ രാവിലെ ഇത്രയും സമയം എടുക്കുമല്ലോ, അപ്പോ അതുകൊണ്ട് ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുമ്പോൾ ചിലപ്പോ അത്ര ഒരു ഗ്രൂപ്പിന്റെ കൂടെയൊക്കെ നമുക്ക് അത്ര കംഫർട്ടബിൾ ആയിരിക്കും. അവർക്ക് ടൈമിംഗ് ആണ്. 8 മണിക്ക് ഇറങ്ങണം, 8:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, 9 മണിക്ക് വണ്ടി കയറണം, 10 മണിക്ക് ഇന്ന സ്ഥലം കാണണം, അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ ശ്രീക്കുണ്ട് അല്ലല്ല ഗ്രൂപ്പിനുണ്ട്. അത് നമുക്ക് പറ്റില്ല, ശ്രീക്ക് പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള യാത്രകള് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കാന്ന് പറഞ്ഞാല്, ഞാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാല് ഒരു
ലോങ് ജേർണിക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാരവാൻ ഒരു വണ്ടി റെഡിയാക്കാം. മനസ്സിലായോ? അപ്പം എനിക്ക് എന്റെ രാവിലത്തെ അല്ല അപ്പോഴത്തെ അതാണ് മെയിൻ. അതായത് ഞാൻ ഡ്രൈവ് ചെയ്യും, ശ്രീ കാരവാനിൽ കുളിക്കുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, മനസ്സിലായില്ലേ? പുള്ളിയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കും, ഞാൻ ഇങ്ങനെ ഇരുന്ന് ഡ്രൈവ് ചെയ്യാം. ഞാൻ ജോയിൻ ചെയ്യും. അതാണ് പുള്ളിയുടെ പരിപാടി. അപ്പൊ അങ്ങനെ ഒരു വണ്ടി റെഡിയാക്കിട്ട് യാത്ര എന്തായാലും ഇഷ്ടമാണ്. അതായത് മോന് അപ്പൊ അങ്ങനെ തന്നെയാണ്. മോൻ ഞങ്ങളെ തോപ്പിക്കും. മോൻ ഞങ്ങളെ നല്ല എന്നെ തോപ്പിക്കും. അങ്ങനത്തെ യാത്രക്കാരനായിട്ടാണ് വന്നേക്കണത്. ഒന്നുമില്ലെങ്കിലും മുളന്തുരുത്തി ജംഗ്ഷൻ വരെ ഞാൻ കൊണ്ടുപോകും. പുള്ളിക്ക് പോണം, എവിടെ ടാറ്റാന്ന് പറഞ്ഞാൽ അപ്പൊ പോണം. അതായത് അപ്പൊ അങ്ങനെ ഒരു സ്നേഹം. നിങ്ങളൊരു വണ്ടി എടുത്തു കഴിഞ്ഞാല്, ഒരു കാരവാൻ പോലത്തെ വണ്ടി എടുത്താല് സ്നേഹം ഡ്രൈവ് ചെയ്തോളും. ബാക്കി ഈ പറയുന്ന ആ പ്രോസസ്സുകളെല്ലാം ഒരു 2, 3, 4, 5 മണിക്കൂർ എടുത്ത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ എത്തി, നന്നായിട്ട് ഓടിക്കണേ എന്ന് പറഞ്ഞ് നിങ്ങൾ പോകുന്നു അല്ലേ? അവിടെ നിൽക്കുന്നു. ഞാൻ ഇന്ന് വന്നപ്പോൾ ഓർത്തു, ഈ വണ്ടി ഡ്രൈവിങ് സ്നേഹമാണോ കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് ചെയ്യുന്നത്? എനിക്കിഷ്ടാണ്. അല്ല, എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊന്നുമില്ല. ഞാൻ ഡ്രൈവ് ചെയ്യും. പിന്നെ ഇപ്പം ഷൂട്ടിന് പോകണമെങ്കിൽ ഷൂട്ടിന് പോകും, മോൻ്റെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ അത് നോക്കും. പിന്നെ എനിക്കിപ്പോൾ ഒരു സാരി ഓൺലൈൻ സ്റ്റോർ ഉണ്ട്, ഓസ്കി ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട്. അത് കംപ്ലീറ്റ് ഞാനാണ് നോക്കുന്നത്. അതിന്റെ കൊറിയർ വരുമ്പോൾ തലച്ചുമടായി എടുത്തോണ്ട് വരണം, തിരിച്ച് കൊറിയറുകൾ അയക്കണം. ഇതെല്ലാം ഞാൻ തന്നെ, എല്ലാം ഞാൻ തന്നെയാണ്. അപ്പൊ ഇതെല്ലാം എനിക്ക് ഇഷ്ടമുണ്ട്. സ്റ്റെപ്പിന്ന് മുകളിലേക്ക് ശ്രീ എടുത്തുതരാം. സ്റ്റെപ്പ് മുകളിലത്തെ നിലയിലേക്ക് എത്ര സ്റ്റെപ്സ് കാണും? കൊണ്ടുവരുന്നത് കൊറിയറിന്റെ ആൾക്കാരാണ്. കണ്ട അതുപോലെ അറിഞ്ഞൂടാ. ഞാൻ ഇടയ്ക്ക് പോയി എടുക്കേണ്ടി വരും. കാര്യം ചില കൊറിയേഴ്സ് നമ്മുടെ വീട്ടിൽ കൊണ്ടു തരില്ല. അപ്പൊ ഞാൻ പോയിട്ട് കൊറിയർ ഓഫീസ് വരെ പോകണം, തൃപ്പൂണിത്തുറ വരെ പോയിട്ട് അത് എടുത്തിട്ട് വരണം. സത്യം തന്നെ. തൃപ്പൂണിത്തുറ വരെ പോകണം, അവിടുന്ന് എടുത്തിട്ട് വരണം. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ എന്തും ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്തും ഞാൻ തന്നെയാണ് വണ്ടി ഓടിച്ചിരുന്നത്. ഇവിടെ മെഡിക്കൽ സെന്റർ വരെ ഞാൻ മുളന്തുരുത്തുനിന്ന് വണ്ടി ഓടിച്ചു വരികയായിരുന്നു എന്റെ ചെക്കപ്പിന്. അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ശ്രീയുടെ കാര്യം അതാണ്. എനിക്ക് ഒരേ ഒരു കാര്യം, ഒരു കണക്കിന് നോക്കുമ്പോൾ അത് നല്ലതാണ്. പക്ഷെ എന്നാലും ഒരു സാധാരണ സ്ത്രീ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ എനിക്കിങ്ങനെ പുറത്തേക്ക് വരും. ഒരു മനസ്സിലായില്ലേ, ഒരു സാധാരണ സ്ത്രീയുടെ മനസ്സ് എനിക്ക് പുറത്ത് വരും ചില സമയങ്ങളിൽ. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ചെക്കപ്പ് അല്ലെങ്കിൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി ലീവ് എടുക്കുകയില്ല. അതായത് ഷൂട്ടിങ്ങിന്റെ കാര്യങ്ങൾ ഒന്നും മുടക്കം വരാൻ പുള്ളിനെ കൊണ്ട് മുടങ്ങരുത് എന്നുള്ളൊരു നിർബന്ധം പുള്ളിക്കുണ്ട്. അത് നല്ലതാണ് ആസ് എൻ ആക്ടർ. അപ്പം ശ്രീയുടെ അടുത്ത് പറയുമ്പോൾ ശ്രീ പറയണത് നമ്മളെ പ്രതീക്ഷിച്ച് ഒരു 10-40 പേരാണ് ആ സെറ്റിൽ നിൽക്കുന്നത്. അപ്പം ഞാൻ ഒരാൾ വരുന്നത് കൊണ്ട് എന്തെങ്കിലും ആ പരിപാടിക്ക് ഒരു മോശം സംഭവിച്ചാൽ ഈ 10-40 ആൾക്കാരുടെ ജോലിയാണ് പോവുക. അതുകൊണ്ട് ഒരിക്കലും ശ്രീ ലീവ് എടുത്തിട്ടില്ല. ഈവൻ എൻ്റെ നോർമൽ ഡെലിവറി ആയിരുന്നു. പെയിൻ എല്ലാം കുറേ ഉച്ചവരെ ഞാൻ പെയിൻ സഹിച്ചു. പക്ഷെ പെട്ടെന്ന് സർജറിയിലേക്ക് പോകേണ്ടി വന്നു. എൻ്റെ ഡോക്ടർക്ക് പുള്ളിയുടെ അനുവാദം വേണമല്ലോ, വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഡോക്ടർ വന്ന് ഇടയ്ക്ക് എൻ്റെ അടുത്ത് പറയാ, ശ്രീകുമാറിൻ്റെ ഫോണിൽ കിട്ടിയില്ല സ്നേഹ, നമുക്ക് സി സെക്ഷനിലേക്ക് പോകാം, ഞാൻ തൽക്കാലം എൻ്റെ അമ്മയുടെ സൈൻ മേടിക്കാം. എന്നിട്ട് എൻ്റെ അമ്മയുടെ സൈനിലാണ് സി സെക്ഷൻ കഴിഞ്ഞത്. അതെ, അല്ല വിളിച്ചിട്ട് കിട്ടുന്ന, പുള്ളി ഷൂട്ടിലാണ്. അങ്ങനെയായിരുന്നു. അപ്പം എല്ലാം ഞാൻ തന്നെ ചെയ്യാൻ ഞാൻ ഓക്കെയാണ്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴും എനിക്കറിയാം ഇവിടെ നല്ല ബ്ലോക്കാണ്, ഇതാണെന്നത്. അപ്പൊ ഞാൻ ഡ്രൈവ് ചെയ്താൽ ഓക്കെയാണ്. ഞാനത് ശ്രദ്ധിച്ചു. പാട്ട് കേൾക്കായിരുന്നു. സത്യമാണ്, സത്യല്ലേ? ഇങ്ങനെയൊക്കെ തല ഇങ്ങനെ സ്നേഹം ഇങ്ങനെ വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ നോക്കുന്നത് വണ്ടി ഇവിടെ ഒതുക്കുക. അപ്പൊ സത്യാണ്. ഒരു കണക്കിന് ശ്രീ ഭാഗ്യവാനാണ്. എന്തേ ഒരു ഷെയ്ക്കൻഡ് കൊടുത്തു, മാത്രം എന്തെല്ലാ കാര്യം ഞാൻ മാനേജ് ചെയ്യും ശ്രീ. ഒരു ലിസ്റ്റ് പറയുവാണെങ്കിൽ ഓക്കെ, വണ്ടി ഓടിക്കുന്ന കാര്യങ്ങള്, പിന്നെ മാനേജ് ചെയ്യുന്ന വണ്ടി ഓടിക്കുന്ന കാര്യങ്ങള്, ഇപ്പൊ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനുണ്ടെങ്കിൽ തീരെ ഞാൻ മറന്നു പോകുമ്പോഴാണ് ശ്രീനെ വിളിച്ച് പറയാ തിരിച്ചു വന്ന വഴി. അപ്പൊ ഞാൻ വിചാരിക്കുന്ന വെച്ചാൽ രാവിലെ തൊട്ട് അവിടെ പോയി ഇങ്ങനെ നിന്ന് ഇതായിട്ട് വരികയല്ലേ. അപ്പൊ രാത്രി ഇനി കടയിൽ പോയി അത് മേടിക്കുന്നുണ്ട് ഡിസ്റ്റർബ് ആക്കാൻ. അപ്പോഴും ഞാൻ ഷൂട്ടിന് പോയി വന്ന വഴി മേടിച്ചോണ്ട് വരും. അത് വേറെ കാര്യം, ഞാൻ മേടിച്ചോണ്ട് വരും. അല്ല, അതാ ഞാൻ പറയണത്, വല്ലപ്പോഴേ ഞാൻ വിളിച്ച് പറയാറുള്ളൂ എന്ന്. ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ അത്യാവശ്യ ഘട്ടങ്ങളിൽ വരുമ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ഇതുപോലെ തന്നെ മോന്റെ ഇഞ്ചക്ഷൻ കാര്യങ്ങള്, വാക്സിൻ, അതെല്ലാം കറക്റ്റ് ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് ഞാൻ തന്നെ കൊണ്ടുപോകും. അങ്ങനത്തെ ഇതൊന്നും പുള്ളിനെ. പിന്നെ വേറെ കാര്യമുണ്ട്, മോൻ ഇഞ്ചക്ഷൻ എടുക്കുമ്പോ അച്ഛൻ ബോധം കെട്ട് വീണെന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ, അതുകൊണ്ട്
ഓ അങ്ങനെ ഒരു സംഭവം അതുണ്ട്. ഞാനും മോനും പിടിച്ചു നിൽക്കും, ശ്രീയുടെ ബോധം കിടപ്പുണ്ടാവും. അങ്ങനെ സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? അയ്യോ, ശ്രീയുടെ കാലിലൊരു എന്തോ ഒരു കുരു പോലെ എന്തോ ഒരു സാധനം വന്നു. അത് അവർക്ക് കീറണം എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അമ്മ എന്ത് പറ്റൂല, ഞാൻ വിചാരിച്ചെന്തോ അറ്റാക്ക് വന്നു പോയിന്ന്. ചെറിയ ഇഞ്ചക്ഷൻ പോലും പറ്റില്ല. എന്നിട്ട് അത് പിന്നെ എങ്ങനെ അവര് മരപ്പിച്ചു? അവിടെ ഒരു നല്ല ഉയരവും നല്ല വെയിറ്റ് ഒക്കെ ഉള്ള ഒരു ചേട്ടനുണ്ട്, PR, നമ്മുടെ ഫ്രണ്ടാണ് ആ ചേട്ടൻ. ആ ചേട്ടൻ കയ്യിലും കാലിലൊക്കെ പിടിച്ചു, ഡോക്ടറിന്റെ ഒരു അസിസ്റ്റന്റ് കാലിൽ പിടിച്ചു. പിന്നെ ഈ ഉപ്പുമുളകും എഴുതണ കണ്ണൻ ചേട്ടൻ, സുരേഷ് ബാബു, കണ്ണൻ ചേട്ടൻ വന്ന് പിടിച്ചു. പിന്നെ ഞാനിട്ട് വാ പൊത്തി പിടിച്ചു, ഒച്ച പുറത്തേക്ക് അയക്കാൻ, എന്നിട്ടാണ് കുത്തിയത്. ഏതോ ഒരു സിനിമയിൽ ഞാൻ ഓർക്കുന്നു ഈ രംഗം. അതെ, ജഗതി ചേട്ടനെയൊക്കെ പണ്ടിരുന്നു അങ്ങനെ ആയിരുന്നല്ലേ? ഇപ്പോഴും അങ്ങനെയാണ്. അത്തരം കാര്യങ്ങൾ മാത്രമല്ല, ഒരു സ്ട്രെസ്സും എടുക്കാൻ പറ്റില്ല. ലൈറ്റ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു അല്ലേ, ഇച്ചിരി ഇമോഷണൽ കൂടുതൽ. നമ്മളൊക്കെ ഇപ്പൊ എന്നെ സംബന്ധിച്ചൊക്കെ എന്ത് സംഭവിച്ചാലും അടുത്തത് എന്തെന്ന് മാത്രമേ ഞാൻ ആലോചിക്കാറുള്ളൂ. ഒരിക്കൽ പോലും ഞാൻ തളർന്നിരുന്നിട്ടില്ല ഇനി എന്ത് സംഭവിച്ചാലും. പക്ഷെ ശ്രീനെ സംബന്ധിച്ച് ചെറിയ കാര്യങ്ങൾ വരെ ശ്രീനെ ഡൗൺ ആക്കും. പക്ഷെ ഞാൻ അതിനെ സമ്മതിക്കില്ല. ഞാൻ റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇടിച്ചോണ്ടിരിക്കും. അതിനൊരു കട്ടക്കാളില്ലേ, പിന്നല്ല എനർജി ബൂസ്റ്റർ ഉണ്ടല്ലേ, വളരെ ഹാപ്പി ആയിട്ടുള്ള. പിന്നെ നിങ്ങളുടെ ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോറും ഉണ്ട് സ്നേഹ, തീർച്ചയായും ഞാൻ ചോദിക്കാൻ വന്നതായിരുന്നു, ഇടയ്ക്ക് പറയുകയും ചെയ്തത്. അത് എങ്ങനെ അതിന്റെ? അത് ഇൻസ്റ്റാഗ്രാം പേജാണ്, ഓസ്കി ഡിസൈൻസ്. ഏതായിരുന്നു? ഓസ്കി ഡിസൈൻസ് എന്നാണ് ഇൻസ്റ്റാ. അത് ഓൺലൈൻ ക്ലോത്തിങ് ആണ്. ഫോർ വിമൻ ആൻഡ് മെൻ ആണോ? വിമൺ ആണ് 90%. പക്ഷേ ഫങ്ഷണൽ സംഗതികൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്, ഫാമിലി. അങ്ങനെയുണ്ട്, നേരത്തെ പറയണം എന്നുള്ളത് അല്ലേ? അപ്പോൾ ഓസ്കി ഡിസൈൻ നിങ്ങൾ ഫോളോ ചെയ്യുക. പക്ഷേ ഞാൻ ചോദിച്ചത്, അപ്പോൾ ഈ ക്ലോത്തിങ് സ്റ്റോറിന് ആക്ച്വലി പേര് കണ്ടുപിടിക്കാൻ ഒരു ചടങ്ങായിരുന്നല്ലോ. ഈ ഓസ്കി എന്നുള്ള പേര് എനിക്ക് തോന്നുന്നു പെറ്റിന്റെ പേരും ഓസ്കാറിന്റെ പേരാണ്. അതായത് ഞാൻ എന്തെങ്കിലും എനിക്ക് മനസ്സിൽ തോന്നിയാൽ പിറ്റേ ദിവസം ചെയ്യണം, അങ്ങനത്തെ ഒരാളാണ്. അപ്പം എനിക്ക് തോന്നി ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാം എന്നുള്ളത്. പിറ്റേ ദിവസം തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഒരു പേര് വേണമല്ലോ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഓസ്കാർ എന്നാണ് എൻ്റെ പെറ്റിൻ്റെ പേര്, ബീഗിളാണ്. അവനെ ഞാൻ വീട്ടിൽ വിളിക്കുന്നത് ഓസ്കി എന്നാണ്. അങ്ങനെ ഓസ്കിയുടെ പേരാണ് എൻ്റെ സ്റ്റോറിനിട്ടത്. പക്ഷേ അതിനകത്ത് എനിക്ക് തോന്നുന്നു പണ്ട് നമ്മളെന്തോ കണ്ടപ്പോൾ സംസാരിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ആദ്യം ഈ പെറ്റിനെ കൊണ്ടുവന്ന സമയത്ത് സ്നേഹയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു, അടുക്കത്ത് പോലും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെ ഇവര് കമ്പനി ആയിരുന്നു? ഞാൻ വഴക്കിട്ടുണ്ട്. ഞാൻ ശ്രീ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോ ഒരു പട്ടിക്കുട്ടിയെ കൊണ്ടുവരുന്നു. തുടക്കം അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു പറ്റില്ല, എനിക്ക് പറ്റില്ല, ഞാൻ എന്റെ പൂച്ച വേണം, എനിക്ക് പൂച്ച മതി. എനിക്ക് 12 പൂച്ച വരെ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. എനിക്ക് പൂച്ച മതി, എനിക്ക് പട്ടിയെ വേണ്ട. അങ്ങനെ വഴക്കായി. എന്നിട്ട് അതിനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ താമസിച്ചോ, ഞാൻ എൻ്റെ വീട്ടിൽ പോവാണെന്ന് പറഞ്ഞു. അതപ്പോൾ ശ്രീൻ്റെ അടുത്ത് അന്ന് ഇപ്പോഴും ഞാൻ ഓർക്കും, ഒന്നും വേണ്ട, ഭക്ഷണം ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി, അത് ഇങ്ങനെ വളർന്നോളും എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് എനിക്ക് ബ്രെഡൊക്കെ വാങ്ങി തന്നു ശ്രീയെ. ഞാൻ ബ്രെഡ് എറിഞ്ഞു കൊടുക്കും, അത് തിന്നിട്ട് പോവും, പുറത്തെവിടെയോ കിടന്നുറങ്ങും, വീണ്ടും എറിയും. കാര്യം അടുത്ത് പോകാൻ പേടിയാണ്. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ശ്രീ എന്ത് ചെയ്തു, ഹൈദരാബാദിൽ പോയി, എന്തോ തെലുങ്ക് സിനിമ എന്നിട്ട് 14 ദിവസത്തേക്ക്. അപ്പൊ എന്റെ അവസ്ഥ ആലോചിച്ചു, ആ വീട്ടില് ഞാനും ഇവനും മാത്രം. അപ്പോഴും ഇങ്ങനെ എറിഞ്ഞിട്ട് കൊടുക്കൽ തന്നെയായിരുന്നു. പക്ഷെ പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ വരുന്നൊന്നുമില്ല, ഫുഡ് കഴിക്കാൻ വരുന്നില്ല, വിളിച്ചിട്ട് നോക്കുന്നില്ല, അങ്ങനെയൊക്കെയായി. അപ്പൊ ശ്രീയുടെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഓൺലൈനിൽ ഡോക്ടറെ കാണിക്കാം, നിഷാദ് എന്നാണ് പേര്. പുള്ളിയും ഒരു ബാങ്ക് മാനേജറാണ്. അപ്പൊ നിഷാദ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരാളെ ബുക്ക് ചെയ്യാം ഡോക്ടറിനെ. എന്നിട്ട് നിഷാദ് തന്നെയായിട്ട് എല്ലാം അറേഞ്ച് ചെയ്തത്. എനിക്ക് വീഡിയോ കോളിൽ കണ്ടത്. അതിൽ നോക്കുമ്പോൾ ആ ഡോക്ടറിന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം, അതിനെന്തോ തീരെ വയ്യായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, അതിനെ കൊണ്ടുവരാൻ ആംബുലൻസ് വിടുമെന്ന് ചോദിച്ചു. അവരുടെ ഹോസ്പിറ്റലിൽ ആംബുലൻസ് ഉണ്ട്. അപ്പം അയാൾ പറഞ്ഞു ഇല്ല, അത് മൂവാറ്റുപുഴയിലാണ്, വരുമ്പോഴത്തേക്ക് ലേറ്റ് ആവും, ഇത് ഭയങ്കര മോശം അവസ്ഥയാണ്, വേഗം. പുള്ളിക്ക് മനസ്സിലായി, ആ ഡോക്ടർക്ക്. അപ്പം പിന്നെ ഞാൻ പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ആട്ടുംകുട്ടി ഉണ്ട്, ആട്ടുംകുട്ടീനെ എടുക്കുമ്പോഴും ഞാൻ ഇതിനെ എടുത്തു. ഇത് അനങ്ങുന്നില്ലല്ലോ, വണ്ടിയിൽ വെച്ച് ഞാൻ നേരെ വണ്ടി ഓടിച്ച് ഹോസ്പിറ്റലിൽ ചെന്ന് എന്തൊക്കെയോ ടെസ്റ്റുകൾ ചെയ്യണോ, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെന്തൊക്കെയോ രോഗത്തിൻ്റെ പേരുകളൊക്കെ പറയുന്നുണ്ട്, അത് പോസിറ്റീവാണ്, ഇത് പോസിറ്റീവാണ്, ഇന്ന ഇഷ്യൂ ഉണ്ട്, പിന്നെ ട്രിപ്പ് ഇടുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവർ ഇഞ്ചക്ഷൻ വയ്ക്കണം. അപ്പോൾ ബീഗിൾ പൊതുവെ ഹൈപ്പർ ബ്രീഡാണ്, അതൊക്കെ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കണേ. അവിടെ തന്നെ ബീഗിളിനൊക്കെ ഇഞ്ചക്ഷൻ ചെയ്യാൻ 8 പേരൊക്കെയാണ് ഒന്നിച്ച് നിൽക്കുക. അപ്പോൾ ഇതിനെ പക്ഷെ അന്ന് ഇത് 2 കൈ എൻ്റെ നെഞ്ചിൽ ഇങ്ങനെ വെച്ചു, ബാക്കിൽ നിന്ന് ഇഞ്ചക്ഷൻ ചെയ്തു. അങ്ങനെയാണ്
ഇപ്പോഴും അതിന് ഇഞ്ചക്ഷൻ വെക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവസ്ഥ മോശമായി. ഫുഡ് എടുക്കില്ല, വെള്ളം കുടിക്കില്ല, വോമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പിന്നെ എനിക്ക് ആകെ സങ്കടമായി. പിന്നെ ഞാൻ കണ്ണൂർ, എൻ്റെ ഒരു കസിൻ ഉണ്ട് അശ്വിൻ, അവന് പെറ്റ്സൊക്കെ ഉണ്ട്. അശ്വിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ അശ്വിൻ പറഞ്ഞു കണ്ണൂർ ഒരു ഡോക്ടറുണ്ട്, ചേച്ചി ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് അവനെ വണ്ടിയിലിട്ട് കാർ ഓടിച്ച് ഞാൻ കണ്ണൂർ പോയി. ആ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ആ ഡോക്ടറെ അടുത്ത് ചോദിച്ചു, എറണാകുളത്ത് സുനിൽ ഡോക്ടറാണ് അവനെ ഞാൻ ആദ്യം കാണിച്ചത്. എന്തിനാ സുനിൽ ഡോക്ടറെ അടുത്ത് നിങ്ങോട്ട് വരണം? കേരളത്തിലുള്ള എല്ലാ ഡോക്ടേഴ്സും ഈ ഡോഗ്സിൻ്റെ കാര്യത്തിൽ ഡൗട്ട്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കണം സുനിൽ ഡോക്ടറിനെയാണ്. അത്രയും പ്രഗത്ഭനായ ഒരാളുടെ അടുത്തുനിന്ന് എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ പ്രതീക്ഷയൊക്കെ നശിച്ചു. അപ്പോൾ അശ്വിൻ പറഞ്ഞു, ചേച്ചി നമ്മൾ പോകുന്ന വഴിയാ പറശ്ശിനിക്കട, നമുക്ക് മുത്തപ്പനെ കൊണ്ടുപോയി കാണിക്കാറുണ്ട്. അങ്ങനെ മുത്തപ്പൻ തെയ്യം ഉണ്ടായിരുന്നു. മുത്തപ്പന് ഓസ്കീനെ എടുത്തു. ഞാൻ പറഞ്ഞു അങ്ങനെ തീരെ വയ്യാന്ന് പറഞ്ഞപ്പോൾ മുത്തപ്പൻ പറഞ്ഞു, അതെന്താ കുട്ടീനെക്കാട്ടും കാര്യമായിട്ടാണല്ലോ കൊണ്ടുവന്നത്, അതൊക്കെ ശരിയാവും, ഒന്നും കൂടി ആശുപത്രി കൊണ്ടുപോകുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി കൊണ്ടുപോകാനൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ആലപ്പുഴ ഒരു ഡോക്ടറെ കാണിച്ചിരുന്നു. അങ്ങനെ 2-3 ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചു. പിന്നെ എല്ലാ പ്രതീക്ഷയും നശിച്ചാണ് ഞാൻ കണ്ണൂരിൽ നിന്ന് തിരിച്ചു വരുന്നത്. അപ്പോഴേക്കും കണ്ണൂരിൽ നിന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവൻ്റെ കൗണ്ട് 15,000 ആണ്. മിനിമം വേണ്ടത് 1,20,000 പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വേണ്ടത്. 1,20,000 വേണ്ട സ്ഥലത്ത് 15,000 ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്ര ചെയ്ത് വരുന്ന വഴിയൊക്കെ ഓസ്കി വോമിറ്റ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ എനിക്ക് മറിമായം ഷൂട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ അവനെ ആക്കിയിട്ട് ഞാൻ ഷൂട്ടിന് പോയി. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒന്നും ഇങ്ങോട്ട് വാ, അമ്മയ്ക്ക് കണ്ടു നിൽക്കാൻ വയ്യ, അവനെന്തോ വയ്യായികയായി പോയി എന്ന് വെച്ചാൽ ഒരു വല്ലാത്ത രീതിയിൽ കാണിക്കുന്നു. അറ്റ്ലീസ്റ്റ് ഹോസ്പിറ്റലെങ്കിലും കൊണ്ട് വയ്ക്കുക, അവിടെ നിന്ന് എന്തെങ്കിലും സംഭവിച്ചാലും കുഴപ്പമില്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ വീണ്ടും അപ്പോഴേക്കും എനിക്ക് ശ്രീനോടത്തൊക്കെ ദേഷ്യമായി തുടങ്ങി. കാര്യം ഞാൻ ശ്രീനെ വിളിച്ച് കുറേ വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിനെ എനിക്കറിയില്ല, എനിക്ക് ഭ്രാന്ത് വരാണ്, ശ്രീ ഒന്ന് ആ ഡോക്ടറെ വിളിച്ച് പറയും, അറ്റ്ലീസ്റ്റ് അവിടെ ഉണ്ടാവാൻ പറയും. ഡോക്ടർ ഭയങ്കര തിരക്കുള്ള ആളാണ്, നമുക്ക് നമ്മുടെ ആവശ്യമില്ല വരുന്നത്. ശ്രീ എന്നിട്ട് ഡോക്ടറെ വിളിച്ച് റിക്വസ്റ്റ് ചെയ്തു, ഡോക്ടർ ഒന്ന് വരണം. ഡോക്ടർ ഒന്ന് മൂവാറ്റുപുഴയിലായിരുന്നു, വന്നു. പക്ഷെ വന്ന് ഇവനെ കണ്ടു. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ലണ്ടനിൽ എവിടെ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, സാമ്പിള് 10 വരും, ഇപ്പൊ വരും, കുറച്ച് സമയത്താണ് കണ്ടുപിടിച്ചത്. നേരത്തെ നോക്കിയപ്പോൾ ആ മരുന്ന് ട്രീറ്റ്മെന്റ് ഇല്ല, അതിന് ട്രീറ്റ്മെന്റും ഇല്ല, മെഡിസിനും ഇല്ല, ട്രീറ്റ്മെന്റ് ഇല്ല. പക്ഷെ ആ ഒരു വീക്കിൽ, ആ ഒരു 2-3 ദിവസം മുമ്പേ സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഇന്ത്യയിലെ പ്രഗത്ഭരായ 10 ഡോക്ടേഴ്സിനെ കണ്ടാണ് ഇത് വരുന്നത്. സുനിൽ ഡോക്ടർ ഒരു പ്രഗത്ഭനായ ഡോക്ടർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു സാമ്പിൾ മെഡിസിൻ കിട്ടി. എൻ്റെ ഭാഗ്യത്തിന് 10 കൊടുത്തു. അത് മെഡിസിൻ കൊടുക്കലൊക്കെ നമുക്ക് വലിയ ടാസ്ക്കാണ്, കാര്യം ഇയാൾ വെള്ളം പോലും കുടിക്കുന്നില്ല. അവസാനം ഇവന് ഇഷ്ടമുള്ള ചെറിയ ട്രീറ്റ് ഉണ്ട്, അത് ഞാനിങ്ങനെ അരച്ചിട്ട് അതിൽ എൻ്റെ അമ്മയും ചേച്ചിയും ഞാൻ സമ്മതിക്കും, അവർക്ക് ഇതുപോലെ ഡോഗ്സിനെ പേടിയാണ്. പക്ഷേ ഇവൻ്റെ കാര്യം വന്നപ്പോൾ അവർ 2 പേരും എൻ്റെ കൂടെ നിന്ന് അവരാണ് കൊടുത്തുകൊണ്ടിരുന്നത്. എനിക്ക് ഷൂട്ടുണ്ട് ആ സമയത്ത്. 3 നേരം ഈ മെഡിസിൻ കൊടുത്തു. 2ാമത്തെ ദിവസമായപ്പോൾ റെസ്പോണ്ട് ചെയ്തു, വെള്ളം കുടിച്ചു. അപ്പോൾ ഡോക്ടറെ വിളിച്ച് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അതെന്നെ കണ്ടിന്യൂ ചെയ്യും, ഒരു 6 ദിവസം കഴിഞ്ഞിട്ട് കൗണ്ട് ചെക്ക് ചെയ്താൽ മതി. അങ്ങനെ ഈ ഒരു കോഴ്സ് മരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും 3 ലക്ഷം കൗണ്ടിലേക്ക് കയറി. ആള് ഇപ്പം 4 വയസ്സായി. എത്ര നാൾ കഴിഞ്ഞ്, ഇപ്പൊ എത്ര നാൾക്ക് മുമ്പായിരുന്നത്? അത് അവൻ വന്ന സമയത്ത് 1 വയസ്സൊക്കെ ഉള്ള സമയത്താണ്. 3 വർഷം മുമ്പാണ്. 3 വർഷം മുമ്പാണ്. ഇപ്പൊ ആള് ഓക്കെയാണ്, 4 വയസ്സായി. വേറെ അതിന്റെ ട്രീറ്റ്മെന്റുകൾ വേറെ ഒന്നുമില്ല? ഒന്നുമില്ല. അല്ല അതിന്റെ ഇടയ്ക്ക് വേറെ ഇപ്പം ഈ ഒരു സമയത്ത് ഈ എന്റെ കേദാറിന് 1 വയസ്സായില്ലേ, ആ ബർത്ത്ഡേ അന്ന് അവൻ സൂചി വിഴുങ്ങി. അതെ 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 അതെ. അതായത് ഓസ്കാറിന്റെ ഒരു രീതി എന്താ വെച്ചാല് അവൻ അതിനുശേഷം ഒരുപക്ഷെ അതൊക്കെ കൊണ്ടായിരിക്കും എന്നോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയി. എന്നെ വഴക്ക് പരിചരിച്ചത് കൊണ്ടും എന്തോ ഞാൻ രാവിലെ അവനെ പുറത്തൊക്കെ നടത്തിക്കാനൊക്കെ വേണ്ടി ഞാൻ വേണം, അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വേണം. എന്നെ വഴക്ക് പറഞ്ഞതിന് ശ്രീനെ കടിക്കാൻ ചെന്നുണ്ട്. എന്നിട്ട് 2 ദിവസം റൂമിൽ കയറ്റിയില്ല, അവൻ റൂമിന്റെ വട്ടം കിടക്കും. ശ്രീ വരുമ്പോ കുറച്ച് ഓടിക്കും. അതായത് എന്നെ വഴക്ക് പറയാൻ പാടില്ല, എന്റെ നേരെ ശബ്ദം ഉയർത്തി സംസാരിക്കാൻ പാടില്ല, അതൊന്നും അവന് ഇഷ്ടമല്ല. അപ്പൊ ഈ ബർത്ത്ഡേയുടെ അന്ന് എന്ത് സംഭവിച്ചത്, നമ്മുടെ കോസ്റ്റ്യൂം ചെയ്യണ കുട്ടി നൂലുണ്ട് അങ്ങനെ വെച്ചിരുന്നു. അപ്പൊ നൂലിന്റെ കളർ കണ്ട് പുള്ളി അത് എടുത്തു. അപ്പൊ നമുക്ക് പോകാൻ സമയം താടാന്നൊക്കെ പറഞ്ഞ് ശ്രീ പറഞ്ഞിട്ടൊന്നും തന്നില്ല. അപ്പൊ ശ്രീ ദേഷ്യപ്പെട്ടു അവൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ ദേഷ്യപ്പെടാണെങ്കിൽ പുള്ളി പമ്മിയിരിക്കും. ശ്രീ ദേഷ്യപ്പെടുമ്പോ എന്ന് വെച്ചാൽ തിരിച്ചു അതുപോലെ ഇങ്ങനെ എന്നിട്ട് ശ്രീ ഭയങ്കരമായിട്ട് അന്ന് വഴക്ക് പറഞ്ഞു അവനെ വിഴുങ്ങി കളഞ്ഞു, സൂചിയും നൂലും കൂടെ വിഴുങ്ങി കളഞ്ഞു. പിന്നെ ഞാൻ വീണ്ടും സുനിൽ ഡോക്ടറിനെ,
സൂചി കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞ് ഡോക്ടർ അപ്പോഴും അവിടെ ഇല്ല, ഞാൻ വരാം വേഗം കൊണ്ടുപോവാ, അത് ഓപ്പൺ സർജറി ആയിരിക്കും. അതായത് മറ്റേ സൂചിയല്ലേ ഇത്, കുത്തി എവിടെയെങ്കിലും നിന്നാ പിന്നല്ല സൂചി തന്നെയാണ്. സൂചിയല്ലേ. അപ്പൊ അത് അപ്പൊ പെട്ടെന്ന് അവിടെ കൊണ്ടുവന്നു, എക്സ്റേ എടുത്തു, സ്ഥലം ലൊക്കേറ്റ് ചെയ്തു, ഭാഗ്യത്തിന് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല, അവിടെ തന്നെ കട്ട് ചെയ്ത് സംഭവം എടുത്തു. പിറ്റേ ദിവസം എനിക്ക് ദുബായി പോകണം. ഞാൻ ഡോക്ടറെ മുന്നിൽ നിന്ന് കരഞ്ഞു, ഡോക്ടർ ഞാൻ എന്ത് ചെയ്യും, ഡോക്ടർ ഞാൻ കെയർ ചെയ്തോളാം, പോയിട്ട് വന്നോ, സമാധാനമായിട്ട് പോയി വന്നോന്നാണ്. അവിടെ ഡോക്ടർ കെയർ ചെയ്തു 10-14 ദിവസം. പിന്നെ അതിന്റെ സ്റ്റിച്ച് ഉണക്കവും സർജറി ചെയ്തതിന്റെ, അതായത് എനിക്ക് സിസേറിയൻ ചെയ്ത പോലെ തന്നെയായി ഓസ്കാറിനും സിസേറിയൻ ചെയ്തു. അതെ, കറക്റ്റ് ജൂൺ 1-ാം തീയതി അവനും സിസേറിയൻ ചെയ്തു. ജൂൺ 1-നല്ലേ ഞാൻ സിസേറിയൻ ചെയ്ത് എന്റെ മോനെ എടുത്തത്. അതെ, അതുപോലെ അവനും. അപ്പോൾ അത്രയും എനിക്ക് എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കണതാണ് ഓസ്കാർ. അപ്പോൾ എനിക്ക് തോന്നി ഓസ്കിയുടെ പേര് തന്നെ ഇടാം എന്നുള്ളതിൽ ഓസ്കി ഡിസൈൻസ്. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു അത് കേദാറുള്ളപ്പോൾ കേദാറിൻ്റെ പേരിൽ ഇടണ്ടെന്ന്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ആലോചിക്കണത്, എനിക്ക് 2 മക്കൾ തന്നെയാണ്, മൂത്ത ആളാണ് മറ്റവൻ. അപ്പോൾ കേദാറിനെ സംബന്ധിച്ച് കേദാർ ഇപ്പൊ തന്നെ നല്ല മിടുക്കനാണ്. കുറച്ചും കൂടി കഴിയുമ്പോൾ അവന് സ്വന്തമായിട്ട് ആഗ്രഹങ്ങളും സ്വന്തമായിട്ട് ബിസിനസ്സോ അല്ല സംഗീതമോ കൊട്ടോ എന്താ വെച്ചാൽ അവൻ ചെയ്തോളും. അതെ, അത് അവൻ ചെയ്തോളും. പക്ഷെ എന്റെ ഓസ്കിയെ സംബന്ധിച്ച് ഒന്നും അറിയില്ല. അവൻ ആകെ അറിയുന്നത് എന്റെ പുറകെ നിഴല് പോലെ നടക്കുക, രാവിലെ ഞങ്ങൾ 2 പേരും പോകുമ്പോ കരയുക, തിരിച്ചു വരുമ്പോഴേ ഇങ്ങനെ നോക്കിയിരിക്കും, ഫുഡ് പോലും കഴിക്കില്ല, അങ്ങനെ ഇരിക്കും, ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പൊ നിങ്ങള് സ്നേഹയോടാണ് കൂടുതൽ അറ്റാച്ച്മെന്റ്? ഇത് ശ്രീയോടും ഉണ്ട്. മോനായിട്ടോ? മോൻ എന്ന് പറഞ്ഞാൽ അവന് ജീവനാ, ഭയങ്കര സേഫ് ആയിരിക്കും, സേഫ്റ്റി. അതെ, ഇന്നിപ്പം മോനെ നോക്കണം ചേച്ചി, തമാശക്ക് നമ്മൾ ഒച്ചെടുക്കില്ലേ എന്താടാ എന്ന് ചോദിക്കില്ലേ, അവൻ കുറച്ചുകൊണ്ടിരുന്നു. ഞാനപ്പോ ചേച്ചിയോട് പറഞ്ഞാൽ ഇനി ഒരിക്കലും അങ്ങനെ ശബ്ദം ഉണ്ടാക്കരുത്, കാര്യം ഇവനറിയില്ല അത് തമാശയാണല്ലോ. നമ്മൾ മോനെ വഴക്ക് പറയാണെന്ന് വിചാരിച്ച് അവൻ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ട്. പുറത്തുനിന്ന് ഒരാൾ കുട്ടീനെ എടുക്കാൻ സമ്മതിക്കില്ല. പുറത്തുനിന്ന് അഗ്രസീവ് ഒന്നല്ല, പക്ഷേ ആദ്യം അഗ്രസീവായിട്ട് തന്നെയാണ് അവൻ പറഞ്ഞത്. പിന്നീട് അവന് ചിലപ്പോ റിയലൈസ് ചെയ്യാൻ ചിലപ്പോ താമസിച്ചാലും. 1 വയസ്സിലാണ് കിട്ടിയത് അല്ലേ? 1 വയസ്സിലാണ് ഇവിടെ വന്നിട്ട്. 1 വയസ്സിന്റെ ബർത്ത്ഡേ ഒക്കെ ഞാൻ നന്നായിട്ട് ആഘോഷിച്ചു. സെപ്റ്റംബർ 24 എല്ലാ ബർത്ത്ഡേയും അവന്റെ ആഘോഷിക്കാറുണ്ട്. ശരി.